ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഫ്ലെക്സിബിൾ ആക്ടർ മമ്മൂക്കയാണ്. കാരണം ഞാനത് അല്ല, ഈ മമ്മൂക്കയുടെ ലാലേട്ടന്റെ പേര് പറഞ്ഞാൽ കൈയടി കിട്ടും എന്നുള്ളതുകൊണ്ട് പറയല്ല കേട്ടോ. നമ്മൾ ശരിക്കും ഇപ്പൊ മമ്മൂക്കനെ നമ്മൾ ഏത് കഥാപാത്രമായിട്ട് കണ്ടാലും മൂപ്പര് അതുപോലെ ഇരിക്കുന്നു തോന്നില്ല നമുക്ക്. ഇപ്പോൾ അമരത്തിൽ അച്ചൂട്ടിയായിട്ട് കണ്ടാലും ഒരു തനി മുക്കുവനായിട്ട് തോന്നും. ഇപ്പൊ നമുക്ക് കിങ്ങിലെ കളക്ടറായിട്ട് കണ്ടാലും ശരിക്കും ഒരു അങ്ങനത്തെ ഒരാളായിട്ട് തോന്നും. അപ്പൊ ആ രീതിയിൽ മൂപ്പര് ഫിസിക്കലി അങ്ങനെ ഭയങ്കര ഈസിലി ക്യാരക്ടേഴ്സിലേക്ക് ലെൻഡ് ആവുന്ന ഒരാളാണല്ലോ. കമൽ സാർ അങ്ങനെയാണ്, കമൽ ഹാസൻ സാർ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് അതൊക്കെയാണ് ഇൻസ്പിറേഷൻ. അപ്പോൾ നാളെ ഒരു ഫിൽം മേക്കർ വന്നിട്ട് എന്റെ ക്യാരക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് രാജീവൻ വേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന പോലെ അങ്ങനെ ആയിത്തീരാ. രാജപ്പൻ വെറുതെ അങ്ങോട്ട് തള്ളി മറിക്കുകയാണോ? സത്യമായിട്ടും തള്ളോന്നല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞ അങ്ങനെയാണ്. അതായത് ഏത് ക്യാരക്ടറോട്ട് അദ്ദേഹം പോയിട്ടുണ്ട് നമുക്ക് അതെന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരേ ഒരു നടനാണ് മമ്മൂട്ടി. ഇപ്പോൾ CBI ഡയറി കുറിപ്പ് കണ്ടു കഴിഞ്ഞാൽ പഴയത് ശരിക്കും അതൊരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും പറയും അദ്ദേഹം അതല്ല എന്നുള്ള കാര്യം. ഇനി വക്കീലായിട്ട് വന്നു കഴിഞ്ഞാൽ പോട്ടെ, അതൊക്കെ പോട്ടെ, നമ്മുടെ വാത്സല്യം സിനിമ എടുത്താൽ പോരെ. അതിലങ്ങനെ പേരെന്ന വാത്സല്യത്തിൽ എന്തായാലും അല്ലെ ആ കുടുംബത്തിൽ ഗൃഹനാഥൻ എന്ന രീതിയിലുള്ള ചില ഡയലോഗ് ഡെലിവറീസും പ്രസന്റേഷൻസ് ഒക്കെ ഉണ്ട്. മാറി നിൽക്കും. ഇനി അത് പോട്ടെ, ഈ പറഞ്ഞ പോലെ അമരത്തിൽ അച്ചുടി, അതൊക്കെ എന്താ പൊളി. പിന്നെ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും, അതായത് പുള്ളിക്കാരനെ ഏറ്റവും കൂടുതൽ പോർട്രേറ്റ് ചെയ്തത് 90s തന്നെയാണെന്ന് ഞാൻ പറയും. 90s അങ്ങോട്ട് കിട്ടിയ കഥാപാത്രങ്ങളൊക്കെ ഒന്നിനൊന്നിനും മാച്ചുകളായിരുന്നു. നിങ്ങൾക്ക് അതേപോലെ തോന്നിയ ഒന്ന് രണ്ട് കഥാപാത്രങ്ങളെ കമന്റ് ചെയ്യട്ടോ.